ഹലോ ഗൈസ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാൽഡീവ്സ് വ്ലോഗിൻ്റെ പാർട്ട് 1 കണ്ടു. നൗ ലെറ്റ്സ് ഗോ ടു പാർട്ട് 2. ബോട്ടിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റി കാണിച്ചാണ്. ഇവിടുത്തെ വെള്ളം വളരെ ക്ലിയറും എന്താ പറയുക പൊല്യൂഷൻ കുറവും പിന്നെ കോറൽ റീഫുകളുടെ പ്രസൻസും കാരണമാണ് ഈ ഒരു കളർ ഇതിന് വരുന്നത്. എയർപോർട്ടിലേക്ക് എത്തുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങൾക്കുള്ള അടുത്ത ബോട്ട് വരും. എയർപോർട്ടിന് അടുത്തായിട്ട് ഞങ്ങൾ എത്തി. ദെൻ അവിടെ നിന്ന് കുറച്ച് പിക്സ് ഒക്കെ ക്ലിക്ക് ചെയ്തു. വേൾഡ്സ് ലീഡിങ് ഡെസ്റ്റിനേഷനാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. കുറച്ച് നേരം അവിടേക്ക് നിന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിനകത്തേക്ക് പോയി. നമ്മൾ ഇവിടുത്തെ കാണണം എന്ന് പറഞ്ഞ ആളിനെ കണ്ടിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കിനടുത്ത് പോയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഏകദേശം ഒരു 2 മണി അടുപ്പിച്ച്, ഇവിടുത്തെ സമയം 2 മണി അടുപ്പിച്ചേ ബോട്ടുള്ളൂ. സോ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ കഫറ്റീരിയയിലേക്ക് പോയി എന്തെങ്കിലും കഴിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. റൂമിൽ നിന്ന് കിട്ടിയ ഫ്രൂട്ട്സും കേക്കും ഒക്കെ ഉണ്ട്. സോ നമ്മളെ ഹണിമൂൺ എന്ന് പറഞ്ഞ് കിട്ടിയ കേക്കില്ലേ, അപ്പോൾ അതെല്ലാം ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ റൂമിൽ നിന്ന് ആ ഒരു ഫ്രൂട്ട്സും കേക്കും എല്ലാം എടുത്തുകൊണ്ട് വന്നായിരുന്നു. സോ ആ ഫ്രൂട്ടിലെ ഗ്രീൻ ആപ്പിളാണ് മൊത്തം കഴിച്ചത്. ഞാൻ അതിൽ നിന്ന് കിവി കഴിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിവി ഫുള്ളായിട്ട് പീൽ ചെയ്ത് കഴിക്കുന്നത്. സാധാരണയായിട്ട് കട്ട് ചെയ്ത് വെച്ച പീസാണ് കഴിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കിവി ആയിരുന്നു. നല്ല എന്താ പറയുക, ഒരു റിഫ്രഷിങ് ഫീൽ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അവിടെ ഉച്ച സമയത്തേക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. സോ നല്ല ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കിവി. കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പുള്ളി വന്നിട്ട് നമ്മളോട് നേരെ ബോട്ടിലോട്ട് വിട്ടോളാൻ പറഞ്ഞു. ബോട്ടിൽ വെച്ച് ഞങ്ങൾ മലയാളി ഫാമിലീസ് 2 പേരെ പരിചയപ്പെട്ടു. ആക്ച്വലി അതിലൊരു ടീം നമ്മളോടൊപ്പം ഫ്ലൈറ്റിലുണ്ടായിരുന്നു. സോ അപ്പോൾ പരിചയപ്പെട്ടില്ല, പക്ഷേ ഇപ്പോൾ എന്തായാലും പരിചയപ്പെട്ടു. ബോട്ട് ജേണി ഒരു 1.5 ബോട്ട് ജേണി ആയിരുന്നു കേട്ടോ. ചാട്ടത്തോട് ചാട്ടമായിരുന്നു വെള്ളത്തിൽ. വല്ല ഇതിനും ചാടിത്തുള്ളി നമ്മുടെ കങ്കാരു ബോട്ട് മെല്ലെ മാഫുഷി ഐലൻഡിലേക്ക് എത്തി. അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. ഇറങ്ങി ബോട്ടിൽ ഇനിയിപ്പം ഫ്ലൈറ്റിൻ്റെ പുള്ളി വന്നിട്ടുണ്ട്. പുള്ളിയുടെ പുറകെ പോവുകയാണ് ഞങ്ങൾ. മാഫുഷി എത്തിയപ്പോഴത്തേക്ക് ആ ഒരു തിരക്ക് തന്നെ മാറി. വളരെ ഒരു സ്മൂത്ത് സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിൽ കണ്ട ഒരു റഷ് ഒന്നും ഇവിടെ കാണുന്നില്ല. നല്ല സ്മൂത്തായിരുന്നു. പക്ഷേ എന്താ നല്ലൊരു ബീച്ച് വൈബ്, 2 സൈഡും അങ്ങനത്തെ ടൈപ്പ് കടകളും കാഴ്ചകളും ഒക്കെയാണ്. നമ്മൾ ട്രൈറ്റൺ ബീച്ച് ഹോട്ടലിലാണ് താമസിക്കുന്നത്. നമ്മുടെ സ്റ്റേ അവിടെയാണ്. സോ നേരെ അവിടെ ചെന്ന് ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടിരുന്നു. അഡാറിൻ്റെ അത്രയും സെറ്റപ്പ് അല്ലെങ്കിലും കുടിക്കാനായിട്ട് ജ്യൂസും ടവലും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ കുടിച്ച് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു. ദെൻ ചെക്കിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്തു. ഒരു മാംഗോ സ്ട്രോബെറി ഒക്കെ മിക്സ് ചെയ്ത ടൈപ്പ് ഒരു ജ്യൂസ് ആയിരുന്നു. എനിവേസ് അതൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് വിട്ടു. ഞങ്ങളത് റൂമിലെത്തി. റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ അഡാറൻ ഹുദ്രാൻ ഫുഷിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ലൈറ്റിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യാനായിട്ട് ലാംപ്സ്, പിന്നെ ടീപ്പോ, ടേബിള്, ചെയർ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് ചായയുടെ ആയിട്ടുള്ള പാൽപ്പൊടി, ചായപ്പൊടി, പിന്നെ ഫ്രീ ആയിട്ട് വെള്ളം, പിന്നെ അല്ലാതെ അഡീഷണൽ ആയിട്ട് പിന്നെ എന്താ ബാത്ത് ടബ് ഉണ്ടായിരുന്നു. ജക്കൂസി പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ബാത്ത് ടബ്. അതിനകത്ത് കുളിക്കാനായിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഷവർ ഏരിയയിൽ ഷവർ ജെല്ലും കാര്യങ്ങളുണ്ട്, ടവൽസ് ഉണ്ട്. ദെൻ പിന്നെ നമ്മുടെ റൂമിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഹീറ്ററുണ്ട്. സോ നമുക്ക് മറ്റേ ഈ വെള്ളമൊക്കെ തിളപ്പിക്കാനുള്ള ആ ഒരു ബോയിലിംഗ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. TV സ്മാർട്ട് TV ആയിരുന്നു. സോ നമുക്ക് ആമസോൺ പ്രൈം ചാനൽസ് അങ്ങനെ എല്ലാം ആക്സസ് ചെയ്യായിരുന്നു. ജക്കൂസി കാണാനൊക്കെ അടിപൊളി ലുക്കായിരുന്നെങ്കിലും പ്രൈവസിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ ഉപയോഗിച്ചില്ല. കാരണം നേരെ വ്യൂ എന്ന് പറയുന്നത് അപ്പോഴത്തെ ഹോട്ടലിലേക്കാണ്. സോ ഞങ്ങൾ അത് യൂസ് ചെയ്തില്ല. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. റൂം എത്തി. റൂമും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. വൈകുന്നേരം ഒരു 4:45. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ ഫ്രഷായി ഇറങ്ങി ഇനി നേരെ കറങ്ങാനായിട്ട് ഇറങ്ങുകയാണ്. ഫിഷിംഗ്, സൺസെറ്റ് ഫിഷിംഗ്. ടൂർലക്സിൻ്റെ ഏജൻറ്റായ നിയാസ് കോൺടാക്ട് ചെയ്യുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ഇതുവരെ വന്നിട്ടില്ല. സോ വെയിറ്റ്. കുറേ നേരമായിട്ട് റെസ്പോൺസ് ഒന്നും കിട്ടാത്തപ്പോൾ ഞങ്ങൾ നേരെ റിസപ്ഷനിൽ കയറി പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടുവന്നു. പോകുന്ന വഴിക്ക് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. ഏതൊരു വെറൈറ്റി ഒരു പഴമൊക്കെ കണ്ടു, പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബേർഡിനെയൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. അതിങ്ങനെ സംസാരിക്കുന്ന പോലെ ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞ നിയാസ് ആണ്. പുള്ളിയുടെ കോൺടാക്റ്റും കിട്ടിയിട്ടില്ല. പുള്ളി വിളിച്ചിട്ടില്ല. വിളിച്ചിട്ട് റെസ്പോൺസും ഇല്ല. അവസാനം നമ്മുടെ ട്രൈറ്റൺ ഹോട്ടലിൽ തന്നെ നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളി നമ്മളെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ പുള്ളിയുടെ കൂടെ പോവുകയാണ്. എനിവേസ് ബുക്കിംഗ് ഫ്രം ദെയർ സൈഡാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ മറ്റേ പുള്ളി ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും പോവാം. ദൂരെയായിട്ട് പാരാസൈലിംഗ് ഒക്കെ നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് നേരം അവിടേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കുറേ മലയാളീസ് ഉണ്ട്. സോ ഞങ്ങൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. സീറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബോട്ടിൽ ചെരുപ്പൊക്കെ ഊരി വയ്പ്പിച്ചു. ഇനി കറക്കം കഴിഞ്ഞിട്ട് വരാം.
മീൻ പിടിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഈ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു പുള്ളി ഇതാ മീനിനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റ. സോ അതിനായിട്ടാണ് കട്ട് ചെയ്ത് റെഡിയാക്കുന്നത്. ഇടയ്ക്ക് ഞാൻ അവിടെ നിന്നിട്ട് മുത്തിന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ഞാനും കുറച്ച് പിക്സൊക്കെ എടുത്തു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെട്ട മലയാളി കപ്പിൾ ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്തു. അവർ ദുബായ് എന്നുള്ളൊരു ടീമായിരുന്നു. പൊളി എക്സ്പീരിയൻസ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ഒറ്റ ബാക്കിൽ ഇങ്ങനെ വെള്ളം അടിപൊളിയല്ലേ. അത്യാവശ്യം നല്ല വേഗതയിലാണ് ബോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. സോ നല്ല രസമായിരുന്നു കാഴ്ചകൾ കാണാനായിട്ട്. ആ ഒരു ഗോൾഡൻ ലൈറ്റും അതിങ്ങനെ കടലിൽ റിഫ്ലക്ട് ചെയ്ത് കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ബാക്കിലായിട്ട് സൺസെറ്റ് ഇങ്ങനെ കാണാം. സണ്ണിങ്ങനെ സെറ്റ് ആവാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ സാധാരണ ഫിഷിംഗ് റോഡ് വെച്ചിട്ടുള്ളൊരു ഫിഷിംഗ് അല്ല, ഒരു ചെറിയൊരു റീല് പോലൊരു സാധനം തന്നിട്ട് അത് വെച്ചിട്ടാണ് ഫിഷിങ്. പുള്ളി നമുക്ക് ടിപ്സൊക്കെ പറഞ്ഞു തന്നു. ഉൾക്കടലൊരു സ്പോട്ടിൽ നിർത്തിയിട്ടായിരുന്നു ഈ ഒരു ടിപ്സൊക്കെ പറഞ്ഞു തന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്തു. ആദ്യമേ പുള്ളി പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സാധനം വെച്ച് പിടിക്കാൻ, എന്നാലും മാക്സിമം ശ്രമിച്ച് നോക്കും, വളരെ കെയർഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. സോ ഞങ്ങൾ ആ ഒരു സ്വപ്നവും മോഹവും ഒക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ റീലിംഗ് ആയിട്ട് തുടങ്ങി. കുറച്ച് നേരം അങ്ങനെ മീൻ പിടിക്കാനായിട്ട് കാത്തിങ്ങനെ ഇരുന്നു. ഓരോ പാട്ടൊക്കെ പാടി ചെറിയൊരു വൈബൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൺസെറ്റും കണ്ട് ആ ഒരു മീനും പിടിച്ചിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. സംഭവം ഈ സാധനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പി പോലെ, നമ്മുടെ കിണറിൻ്റെ കപ്പി പോലത്തെ ഒരു സാധനത്തിൽ ചെറിയ കങ്കൂസൊക്കെ കെട്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ്. കാണാൻ നമുക്ക് എന്താവുന്നു. സമയം കുറേ ആയിട്ടിരിക്കുകയാണ്, ഏതുവരെ മീനൊന്നും കിട്ടിയില്ല, ഒരു പ്രതീക്ഷയില്ല. സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരുന്നു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മീനൊന്നും കിട്ടിയില്ലെങ്കിലും കാഴ്ച കാണാനായിട്ട് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. ഒന്നും കിട്ടാതെ ദുഃഖത്തോടെ ഞങ്ങൾ മടങ്ങുകയായി. സത്യം പറയാൻ ആ ഒരു സൺസെറ്റ് ഫിഷിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ആ ഫിഷിംഗ് എക്സ്പീരിയൻസിനെക്കാട്ടിലുപരി ആ ഒരു നടുക്കടലിൽ അങ്ങനെ ഒരു സ്പോട്ടിൽ നിന്ന് സൺസെറ്റ് കാണുകയാണ്. സൺസെറ്റ് കണ്ട ശേഷം ഞങ്ങൾ ശരിക്കും ഏറ്റവും മേളിൽ കയറി. വളരെ ഭംഗിയുള്ള വിഷ്വൽസ് ആയിരുന്നു. ഭംഗിയുള്ള ബോട്ടൊക്കെ സൈഡിൽ കാണാം. അങ്ങനെ തിരിച്ച് മാഫുഷിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാഫുഷി എത്തി ഞങ്ങളുടെ ചെരുപ്പൊക്കെ തിരിച്ച് മേടിച്ച് കരയിലേക്ക് കയറി. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല ഒരു ഫിഷിംഗ് ട്രിപ്പ്, നല്ല രസമായിരുന്നു. ആ മലയാളി കപ്പിൾസുമായിട്ട് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചൊക്കെ അങ്ങനെ നടന്നു. then അവരവരുടെ റൂമിലേക്ക്, ഞങ്ങളുടെ റൂമിലേക്കും പോയി. നല്ല ഒരു തമാശകളും എല്ലാം പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. നല്ലതായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു ഫിഷിംഗ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് ക്രൂസും പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയിൽ എത്രത്തോളം കൺവേഡ് ആവുമെന്ന് അറിഞ്ഞൂടാ. നല്ല രീതിയിൽ കിഡിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും മേളിൽ ലാസ്റ്റ് ആയപ്പോഴേക്കും ബോട്ടിൽ ഏറ്റവും മേളിൽ കയറിയിട്ട് നൈസായിരുന്നു, സൂപ്പറായിരുന്നു. സൺസെറ്റ് ഫിഷിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഫിഷിംഗ് സ്പെഷ്യൽ ബാർബിക്യൂ ഡിന്നറുണ്ട്. സോ അതിനായിട്ട് പോവാം. നമ്മളപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് പോവാം. ഡിന്നറും കാത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് നമ്മുടെ ഫിഷിംഗ് സ്പെഷ്യൽ ഡിന്നർ. ഫിഷ് ബാർബിക്യൂവും പിന്നെ റൈസും കുറച്ച് വെജിറ്റബിൾസും ആയിരുന്നു. ഫിഷാണ്, നല്ലതാണ്, ഭയങ്കര മസാലയൊന്നുമില്ല, ടേസ്റ്റാണ്. റൈസ് കൊള്ളാം. ഞങ്ങൾ രണ്ടുപേർക്കും ആദ്യം കഴിച്ചപ്പോൾ ഇതൊരു ഓക്കെ ടേസ്റ്റ് ആയിട്ട് തോന്നി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. പക്ഷെ പിന്നെ കഴിക്കുന്നതോറും ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതായി. ഒരുതരം അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ളൊരു ഫീല്. ടേസ്റ്റൊക്കെ ഉണ്ട്, ഒരു ആവറേജ് ടേസ്റ്റാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ട ബാർബിക്യൂ ഡിന്നർ ഇതല്ല. തികച്ചും ഒരു ആവറേജ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫിഷുള്ള ഒരു വളരെ കുറച്ച് പോർഷനിൽ റൈസും വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വെജീസും ഉള്ള ഒരു സാധാരണ ഡിന്നറാണ്. ബൊഫേ പോലും അല്ല. കണ്ടില്ലേ ഇത്രയും റൈസും ഫിഷും വെച്ചിട്ട് കഴിക്കാൻ പറ്റാതിരിക്കുന്നത്. ഞങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്തു. 2 ദിവസത്തിൽ കഴിച്ച ഏറ്റവും മോശം ഫുഡാണ് ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോശം ഫുഡ്. സോ അത് ഇവിടെ മുത്ത് കഴിച്ചിട്ടില്ല. അപ്പോൾ മുത്തിന് നമ്മൾ വേറെ ഫുഡ് മേടിക്കാനായിട്ട് പോവുകയാണ്. ഫ്രൂട്ട്സോ എന്തെങ്കിലും മേടിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങളവിടെ ഒരു കടയിൽ പോയിട്ട് കുറച്ച് ഗ്രീൻ ആപ്പിൾസ് മേടിച്ചു. അതാണ് മുത്ത് കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. ഇന്ന് നമുക്ക് രാവിലെ ആദ്യം കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇന്നലെ രാത്രിത്തെ ഫുഡ് പോലെ പരാജയ ഫുഡാണോ എന്നറിയില്ല. സോ എന്തായാലും അത് പോയി കഴിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്ന് ഇന്നലെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളി വന്ന് പിക്ക് ചെയ്യും ഹോപ്പ്ഫുള്ളി. ദെൻ നമ്മളെ കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. സ്നോർക്കലിംഗ് എന്നൊക്കെ കുറേ പരിപാടികളുണ്ട്. സോ കാണിച്ചു തരാം. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ഒരു അൺലിമിറ്റഡ് ബൊഫേ ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു. എന്നാലും ഒരുപാട് കഴിക്കാൻ പറ്റില്ല, സ്നോർക്കലിംഗ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട്. സോ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ എടുത്തു. ബ്രെഡും ജാമൊക്കെ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി എല്ലാ ഐറ്റംസും കുറച്ചെടുത്തു കേട്ടോ. ഇവരുടെ പ്രത്യേക റൊട്ടിയാണ്, റോഷി എന്നാണ് പേര്.
റോഷി അത് സോസേജ് നല്ല കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. ഇന്നലത്തെ കാട്ടി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുണ്ട്. പാൻ കേക്ക് ഉണ്ട്, എല്ലാ ഐറ്റവും എടുത്തില്ല കാരണം നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ ഫുഡ് ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഏജൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലത്തെ ഡിന്നറിനെ അപേക്ഷിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പാൻ കേക്ക്സും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ റൊട്ടി ആയിട്ടുള്ള റോഷിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫിഷ് കറി, റൈസ് എല്ലാം കൊള്ളാം. ഞങ്ങൾ നിയാസ് കോൺടാക്ട് ചെയ്തു, ഇവിടുത്തെ ഏജൻ്റാണ്. അപ്പോൾ പുള്ളി ഒരു റോസ്മേരി ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹോട്ടലിൽ വന്നപ്പോൾ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി എന്ന് അറിയില്ല, നോക്കാം. ഞങ്ങൾ ആ ഒരു ടൂർ ഓപ്പറേറ്റർ പറഞ്ഞതനുസരിച്ച് ആ ഒരു റോസ്മേരി ഹോട്ടലിൽ പോയിട്ട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. റെഡിയാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു പുള്ളിയെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 9 പേരായിരുന്നു ആ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് നസീൽ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് നമ്മുടെ ഒരു ഡൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ പോയത്. പുള്ളിയുടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ബോട്ടിൽ കയറി ആയി ഇനി കടലിലെ നടക്ക് കൊണ്ടുപോയിട്ട് ഇറക്കി വിട്ടു. പോകുന്ന വഴിക്ക് വേറൊരു ടീം ഇങ്ങനെ സ്നോർക്കലിങ്ങിനായിട്ട് ഇറക്കി വിട്ടിട്ടുള്ളത് നമുക്ക് കാണാമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു, എന്താണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്. വെള്ളത്തിൻ്റെ നടുക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഫോണൊക്കെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി പൊങ്ങി നിറന്നിട്ട് കാണാം. നമ്മളോടൊന്നും പറയാതെ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ എടുത്ത് ചാടി. സോ ഞങ്ങൾ പുറകെ എടുത്ത് ചാടി. എനിവേസ് കാണാനായിട്ട് നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ മീനുകളുടെ ഒപ്പം സ്വിം ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമ്മൾ ഈ അക്വേറിയത്തിലും മറ്റും കാണുന്ന അല്ലെങ്കിൽ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ടിരുന്ന ഫിഷസിനോടൊപ്പം സ്വിം ചെയ്യുക എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തൂടെ ബ്രീത്ത് ചെയ്യുക, എന്താണ് ഇതിനകത്തുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞു തരാനായിട്ടൊരു കൃത്യമായ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല. എനിവേസ് കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളായിരുന്നു. കണ്ടില്ലേ, ഞങ്ങളുടെ ഒപ്പം മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് തൊട്ട് നോക്കാം. ശരിക്കും വേറൊരു വേൾഡിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ്. നല്ല രസമായിരുന്നു. ഇപ്പം പരിപാടിയൊക്കെ ചെയ്ത് വളരെ മോശം ഇൻസ്ട്രക്ടർ. ആ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പുവെള്ളം കുടിച്ചു. ഭയങ്കര മോശം ഇൻസ്ട്രക്ഷൻ. അത് പുള്ളിക്ക് ഇംഗ്ലീഷും അറിയില്ല, അവരുടെ ഭാഷ നമുക്ക് പിടിയില്ല. വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, കാണാനായിട്ടുള്ള കാഴ്ചകൾ സൂപ്പറാണ്. അത് കാണാനായിട്ട് മീനും എല്ലാം ഉണ്ട്. കൂടെ വേറെ ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. ആ ഇൻസ്ട്രക്ടർ ഇല്ലാതെ അവരെല്ലാം അവിടെ സ്ട്രഗിൾ ചെയ്യാണ്. ഇൻസ്ട്രക്ടർ അവിടെ വേറെ എവിടെയോ പോയി കിടക്കുന്നു. വളരെ അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ വൈസ് ഭയങ്കര മോശമാണെങ്കിലും നമുക്ക് കണ്ട പുള്ളിക്കാരി ഒരുപാട് ഉപ്പുവെള്ളം കുടിക്കേണ്ടി വന്നു. ഇൻസ്ട്രക്ഷൻ വൈസ് വളരെ മോശമാണ്. പക്ഷെ നല്ല വെള്ളത്തിനടിയിൽ നമുക്ക് മീനുകളെയൊക്കെ നേരിട്ട് കാണാൻ നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നേരം കൂടെ ഉണ്ട്, ബാക്കി മുങ്ങി ചത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒപ്പം വന്ന ഗൈഡ് ഫോറിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു. ചെറുതായിട്ടൊന്ന് ഫ്രഷൊക്കെ ഈ തലയൊക്കെ ഒന്ന് തോർത്തി അതിന് മേളിലിരിക്കുകയാണ്. സംഭവം എക്സ്പീരിയൻസ്, അതായത് ഈ കാണുന്ന വെള്ളത്തിനടിയിൽ പോയിട്ട് കാണുന്ന പരിപാടിയൊക്കെ വളരെ നൈസാണ്. പക്ഷേ ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒട്ടും ക്ലിയർ അല്ല. വളരെയധികം ഉപ്പുവെള്ളം കുടിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ വൈസ് വളരെ മോശം ഇൻസ്ട്രക്ടറും. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് നീന്താൻ അറിയാമെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെയുള്ള സെറ്റപ്പുമാണ്. സോ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഇൻസ്ട്രക്ഷൻ വൈസ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ്. പക്ഷേ വെള്ളത്തിനടിയിൽ ആ മീനുകളെയൊക്കെ നമ്മൾ അടുത്തൂടെ കാണുമ്പോൾ രസമാണ്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ കാഴ്ചകൾ ഞങ്ങളെ വളരെയധികം ഹാപ്പിയാക്കി. സോ അടുത്ത സ്പോട്ടിൽ ഇറങ്ങാനായിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അടുത്ത സ്പോട്ട് എത്തി. ഇവിടെ ഇപ്പം ഇറക്കും, റെഡിയാകും. നമുക്ക് നോക്കാൻ എന്താവുന്നു. ഒരുപാട് ഉപ്പുവെള്ളം കുടിച്ചു, ഇനിയും കുടിക്കാം. സോ എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വായ്ക്ക് അകത്ത് വെച്ച് തന്നെ ഫുള്ളായിട്ട് ബൈറ്റ് ചെയ്യണം. ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാത്ത ഇത് നമ്മൾ വെക്കണം. മൂക്കിൽ കൂടെ ബ്രീത്ത് ചെയ്യാൻ പാടില്ല, വായിലൂടെ മാത്രം ബ്രീത്ത് ചെയ്യുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. മുത്തിന് ഞാനത് പറഞ്ഞു കൊടുത്തു. ദെൻ ഞാനൊന്ന് ഇറങ്ങി നോക്കി. ഇൻസ്ട്രക്ടർ എന്തായാലും വേറെ എവിടെ പോയിട്ട് ഫോറിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ്. സോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് സ്വയം ഇറങ്ങുക, മുത്തിനെ ഇറക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ മാത്രം അറിയാം. സോ പുള്ളി വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി. ഇത്തവണ കോറൽ റീഫിന് മുകളിലായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ നടുക്കടലിലോട്ടാണ് ഈ ഒരു സ്പോട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിടിക്കാനായിട്ട് ഒരു റോപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. സോ അതിൽ ബാലൻസ് ചെയ്ത് ഞങ്ങൾ നിന്നു. നല്ല രസമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു പാനിക് സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു വായിൽ വെച്ചിരുന്ന ട്യൂബ് മുത്തിനത് ആ ഒരു ബ്രീത്ത് കിട്ടാതെ അത് ഊരേണ്ടി വന്നു. സോ ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഇൻസ്ട്രക്ടറും ഉണ്ടായില്ല. വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ സ്വിം ചെയ്ത് തിരിച്ച് കയറി. എനിവേസ് ഭയങ്കര ടയർഡായിപ്പോയി. സ്നോർക്കലിങ്ങിൻ്റെ രണ്ടാമത്തെ സ്പോട്ടാണിത്. ഹലോ
എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും, പക്ഷേ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലാത്ത മനുഷ്യനാണ്. ഒരു ഹെൽപ്പ് ചെയ്യാത്ത ഒരു ഇൻസ്ട്രക്ടർ. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചകൾ, ഇവിടെ ഒരു കോറൽ റീഫൊക്കെ ഉണ്ട്, അത് കാണാനുള്ള കാഴ്ചകളൊക്കെ രസമാണ്. പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. നീന്തൽ അറിയാത്തവർ ഇത് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കാണ്. പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയതായിട്ട് മൂക്കിലൊക്കെ വെള്ളം കയറിയിട്ട് സൗണ്ടൊക്കെ ഒരു മാറ്റമുണ്ട്. എനിവേസ് പറയാനുള്ളത്, സ്നോർക്കലിങ്ങിന് വരുന്നവരോട് പറയാനുള്ളത്, സ്വിമ്മിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാവുന്നവർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം സ്വിമ്മിങ് അറിയാത്തവർക്ക്, നിലവെള്ളം ചവിട്ടാൻ അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രണ്ട്, നല്ല ഏതെങ്കിലും ഇൻസ്ട്രക്ടർ ഉണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കുക. കാരണം ഈ പുള്ളി, നമ്മുടെ പുള്ളി എന്ന് പറയുന്ന പുള്ളി ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഡ്രൗൺ ചെയ്യുന്നെങ്കിലും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലൈഫ് ജാക്കറ്റ് ഉള്ളത് നമ്മൾ മുങ്ങിപ്പോകില്ല, പക്ഷേ സ്റ്റിൽ നമ്മുടെ ഫേസ് ഒക്കെ ഡ്രൗൺ ആയി പോകുന്നുണ്ട് പലപ്പോഴും. മുത്തനാണെങ്കിൽ തന്നെ നല്ല വയ്യാണ്ടായ വെള്ളമൊക്കെ കയറിയിട്ട്, പക്ഷെ നല്ല ഒരുപാട് കാഴ്ചകളാണ്. സോ സ്വിമ്മിങ്ങിൻ്റെ ബേസിക്സ്, നിലവെള്ളം ചവിട്ടാണെങ്കിലും പഠിച്ചിട്ട് വരിക. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, നല്ല പല പല തരത്തിലുള്ള മീനുകൾ എല്ലാം ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കോറൽ റീഫ് പോലത്തൊരു സാധനവും കാണാൻ പറ്റി. സോ ഇതൊക്കെ നമ്മുടെ ടി വിയിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എക്സെപ്റ്റ് ഫോർ ദി ഇൻസ്ട്രക്ടർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഇനി എന്താണെന്ന് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ കുടിക്കേണ്ടി വന്നെങ്കിലും നമുക്ക് ആ ഒരു കാഴ്ചകൾ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. വെള്ളത്തിനടിയിൽ കണ്ടതാണെങ്കിലും വെള്ളത്തിന് പുറത്ത് കണ്ടതാണെങ്കിലും നല്ല കാഴ്ചകളായിരുന്നു. പക്ഷേ ആ ഒരു ഡ്രൗണിങ് എക്സ്പീരിയൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. എനിവേസ് ഓൺ ദ വേ അവർക്കൊരു മീനിനെ കിട്ടി. ഈ പുള്ളിയാണ് കേട്ടോ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ നസീൽ. ഞങ്ങൾക്കൊരു മീനിനെ കിട്ടി. അപ്പോൾ സാഹിബന്മാരും മദാമ്മമാരും ഞങ്ങളും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു മീനിനെ കിട്ടിയപ്പോഴത്തേക്കും. നല്ല പിടയ്ക്കുന്ന മീനിനെ അവന്മാർക്ക്, അതിനൊക്കെ അവന്മാർക്ക് നല്ല സ്കില്ലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം, മറ്റുള്ളവരെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർ ചെയ്യാനായിട്ട് അറിയത്തില്ല. അതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വന്നു. എനിവേസ് നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഞാൻ ആ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. കഴിയുമെങ്കിൽ റോസ്മേരി ഗ്രൂപ്പിനോടൊപ്പം പോകാതിരിക്കുക. റോസ്മേരി ഹോട്ടൽസിനോടൊപ്പം. ട്രൈറ്റണൊക്കെ നല്ല ഗ്രൂപ്പാണ്, അവർ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ. പിന്നെ അരീന ഗ്രൂപ്പ്, അവരൊക്കെ സൂപ്പർബായിട്ടുള്ള ഏജൻസീസാണ്. സോ എനിവേസ് അവർ മീനൊക്കെ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു. അവർ ആ മീൻ പിടിച്ചതിന് ശേഷം ആ ഒരു പെട്ടയ്ക്കുന്ന മീനിനെ ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഞങ്ങൾ പിന്നെയും ആ ഒരു നീലക്കടലും കാഴ്ചകളും കണ്ട് നമ്മളിനി നേരെ പോകുന്ന ഗുൽഹി ഐലൻഡിലേക്കാണ്. അവിടേക്ക് ഞങ്ങൾ വെച്ച് പിടിച്ചു. നമ്മുടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്, ഒരു ലോക്കൽ ഐലൻഡ്. എന്തായാലും ഗുൽഹി ഐലൻഡ് അവിടെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഒരു മണിക്കൂറത്തെ ഒരു ചെറിയ, ഒരു മണിക്കൂറില്ല, തികച്ച് ഒരു 3/4 മണിക്കൂറിലത്തെ ഒരു ബിക്കിനി ബീച്ചിലൊക്കെ പോവുകയാണ്. അവിടെയൊക്കെ പോയിട്ട് ഒരു മണിക്കൂറത്തെ ടൂറാണ്. സോ നോക്കാം. ഗുൽഹി ഐലൻഡ് വളരെ ഭംഗിയുള്ളൊരു ഐലൻഡായിരുന്നു. ചെറിയൊരു ലോക്കൽ ഐലൻഡാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള, എന്നാൽ ബിക്കിനി ഇട്ട് നടക്കാവുന്ന, ഫ്രീ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഭംഗിയുള്ള ഒരു ഐലൻഡ്. മാൽഡീവ്സിലെ മാഫുഷിയിലൊന്നും ബിക്കിനി യൂസ് ചെയ്ത് നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് അത്തരം വസ്ത്രങ്ങളൊക്കെ ഇട്ട് എൻജോയ് ചെയ്യാം. വളരെ ഷാലോ ആയിട്ടുള്ള വാട്ടറാണ്. സോ അങ്ങ് ഡീപ്പ് വരെ നടന്ന് പോകാം. നല്ല രസമാണ് ആ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ടും. വെയിൽ കായാനായിട്ട് സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെന്തായാലും അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ആ കാറിൻ്റെ ഷേപ്പിൽ മറ്റും കിടക്കുന്ന ജെറ്റ് സ്കീസാണ് കേട്ടോ, പലതരം ബോട്ടുകളാണ്. സോ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസത്തിലൊക്കെ ഞാൻ പോസൊക്കെ ചെയ്തു, ഒരു എന്താ പറയുക, ഒരു ജീസസ് സ്റ്റൈലിലൊക്കെ. ഒരു സ്വിങ് ഉണ്ട്, അതിൽ ആടാനായിട്ട് ഇങ്ങനെ നടക്കുന്നത് വെള്ളത്തിൽ. അതാണ് ആ സ്വിങ്. ഇതാ ശരിക്കും ഗുൽഹി ഐലൻഡിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു ഐ ലവ് ഗുൽഹി എന്ന് എഴുതിയിട്ടുള്ള 2 പേർക്ക് ഒരേ സമയം ഇരുന്ന് ആടാൻ പറ്റുന്ന സ്വിങ് ആണ്. സോ അതിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അതാണ്, നല്ല സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വെള്ളത്തിനൊക്കെ. ബാക്കിൽ ഐ ലവ് ഗുൽഹി സ്വിങ് ഉണ്ട്, വലിയ ആഴമൊന്നുമില്ല. ഞങ്ങൾ ശരിക്കും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ പിക്സൊക്കെ ക്ലിക്ക് ചെയ്തു, വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണല്ലോ, സോ കാണാനും ഒക്കെ നല്ല രസമാണ്, ഫോട്ടോ എടുക്കാനും ഒക്കെ. കുറേ നേരം ഞങ്ങൾ അവിടെ ആ കടലിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് മെല്ലെ തിരിച്ച് കരയിലേക്ക് നടന്നു. കരയിലാണെങ്കിലും ഇതേപോലെ വെയിൽ കായാനായിട്ട് വന്ന് കിടക്കുന്ന സായിപ്പന്മാരും മദാമ്മമാരും പിന്നെ ബോട്ടുകൾ എല്ലാം ഉണ്ട്. എനിക്ക് അവിടെ നിന്ന് തറയുന്നൊരു സാധനം കിട്ടി കേട്ടോ. സോ ഞാൻ അതിപ്പോൾ കാണിച്ചു തരാം എന്താണെന്ന്. എന്തോ ഒരു പുരാവസ്തു പോലൊരു ഐറ്റമാണ്. അതിലും കുറച്ച് കോറൽ റീഫ് പോലെ എന്തോന്നോ വളർന്നു നിൽപ്പുണ്ട്. ഒരു രസകരമായിട്ടുള്ളൊരു സാധനം, എന്താണെന്ന് അറിയില്ല. എനിവേസ് ഞാൻ അത് എടുക്കുന്നില്ല, വല്ല കേഴ്സ്ഡ് ഐറ്റം ആണെങ്കിലും. എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്ക് ലഞ്ച് കിട്ടിയിട്ടുണ്ട്.
ഫിഷ് ഓയിലിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഫിഷ് റൈസ് എന്ന് പറഞ്ഞൊരു റൈസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസും ഉണ്ട്. എനിക്ക് ഒരുവിധം ഇഷ്ടപ്പെട്ടു, അഡ്ജസ്റ്റ്മെൻറ്റ് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. മുത്തിന് തീരെ പറ്റിയില്ല. ഒരു ഫിഷിൻ്റെ പക്ക ടേസ്റ്റാണ്, ഫിഷ് ഓയിലിൻ്റെ ടേസ്റ്റാണ്. ഇതൊക്കെ കഴിഞ്ഞു. നല്ല ഡീസൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ചിക്കൻ റൈസും ഉണ്ടായിരുന്നു, ഫിഷ് റൈസ് രണ്ടും ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കഴിച്ചു. ജ്യൂസ് ഒരു കുറേ ജ്യൂസ് ഉണ്ട്, അതൊരു മോശപ്പെട്ട ജ്യൂസാണ്. ജ്യൂസ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ബാക്കി ഫുഡൊക്കെ കൊള്ളായിരുന്നു. ഇനി റെസ്റ്റ്. അങ്ങനെ സംഭവബഹുലമായ ഒരു ദിവസത്തിന് ശേഷം ഞങ്ങളുടെ ബോട്ട് മെല്ലെ കരയ്ക്കെടുത്തു. ഞങ്ങളിപ്പോൾ ബോട്ടിൽ കൊണ്ട് തിരിച്ചിറക്കിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിച്ചെത്തി കഴിഞ്ഞാൽ കണ്ടിട്ടേ ഇല്ലാത്ത ടൈപ്പ് മീനുകളെയൊക്കെ നമ്മുടെ തൊട്ടടുത്തൂടെ മുഖത്തിൻ്റെ മുന്നിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ തൊടാം. പിന്നെ കടലിൻ്റെ നടുവിൽ എന്താ കോറൽ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ ഒരു ബിക്കിനി ബീച്ചിൽ പോയത് മറക്കാനാവാത്ത ഒരു നല്ല രസമുള്ള ഒരു ബിക്കിനി ബീച്ച് ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇനി നമ്മൾ റൂമിൽ പോയി ഒന്ന് ചില്ല് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രഷ് ആയിട്ട് നമുക്ക് നൈറ്റ് പുറത്തിറങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സ്നോർക്കലിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രഷൊക്കെ ആയി, പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റെഡിയായി. നമുക്ക് ഇന്ന് നമ്മുടെ കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. അഡറിൽ വെച്ച് സർപ്രൈസ്ഡ് ആയിട്ട് ഞങ്ങളുടെ പ്രവീൺ ഭായ് ഞങ്ങൾക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കി തന്നിരുന്നു. സോ അത് ഓക്കെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരുന്നു. സോ ഇന്ന് നമുക്ക് എന്താണ് സ്പെഷ്യലി ഫോർ ഹണിമൂൺ കപ്പിൾസിനായിട്ടുള്ള കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. നമുക്ക് അതെന്താണെന്ന് പോയി കഴിച്ച് നോക്കാം. നമ്മുടെ ആളതാ റെഡിയായി നിൽപ്പുണ്ട്, അതാ കണ്ടോളൂ. ഞങ്ങൾ ട്രൈറ്റൺ പ്രസ്റ്റീജിലോട്ട് പോകാൻ പറഞ്ഞു. കുറച്ചും കൂടെ നടക്കണം. അവിടെയാണ് നമ്മുടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അങ്ങോട്ട് പോവാം. സോ ഈ ട്രൈറ്റൺ ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഹോട്ടൽസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രൈറ്റൺ ബീച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ട്രൈറ്റൺ പ്രസ്റ്റീജിലേക്കാണ് പോകേണ്ടത്. സോ കുറച്ച് ദൂരം ഇങ്ങനെ ആ ഒരു മാഫുഷി ഐലൻഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് രാത്രി ആയപ്പോഴത്തേക്കും തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ. സോ എനിവേസ് അങ്ങനെ ഞങ്ങൾ ട്രൈറ്റൺ പ്രസ്റ്റീജിലെത്തി. ഫുഡ് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ടേബിളിൽ കൊണ്ട് വെച്ചേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഫുഡ് എടുക്കാം. ബൊഫയിലുള്ള ഒട്ടുമിക്ക ഐറ്റംസ് ഞങ്ങൾ എടുത്തു. ഫുഡൊക്കെ എടുത്തു. അവർ അത്ഭുതപ്പെട്ട് ഇത്രയും ഫുഡൊക്കെ എടുക്കുന്നതാണ്. സോ ഫുഡൊക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ പുള്ളിയെ ഫോളോ ചെയ്യുകയാണ്. പുള്ളി നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ നമുക്ക് പോകാം. സോ ഞങ്ങൾ ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞ സാധനം ഒരുപാടൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ടി വിയിലും മറ്റും കുറച്ച് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിന്നെ അഡാരണ്ട് പോയപ്പോഴത്തേക്ക് ഏകദേശം ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ ഒരു സംഭവം കണ്ടു എന്നുള്ളതല്ലാതെ ആ ഒരു എക്സാക്ട് അല്ലെങ്കിൽ ഒരു ഒത്തൻറ്റിക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്താണ് സെറ്റപ്പ് എന്ന് അറിയില്ലായിരുന്നു. സോ ഇങ്ങനെ പുള്ളിയെ ഫോളോ ചെയ്ത് പോകുന്തോറും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. ബീച്ചിൻ്റെ നടുക്കായിട്ട് ഹാർട്ട് ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് അവർ ചുറ്റും ലാൻറ്റേൺസും മറ്റും സെറ്റ് ചെയ്ത് ആ ഒരു ടേബിളിലൊരു ക്യാൻഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. മുത്തിനും പേഴ്സണലി ഭയങ്കര ഹാപ്പിയായി. നമ്മളങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ വൈബ് വാസ് ജസ്റ്റ് ഓസം. ഭയങ്കര രസമായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, ആ ഒരു മണലിൽ ഹാർട്ടിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് കസേരകൾ ആ ഒരു ഹാർട്ട് ഷേപ്പിനനുസരിച്ചിട്ട് ടേബിളും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് റോസാപ്പൂക്കളും മറ്റും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത്. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഞാൻ നന്നായിട്ട് അവിടെ ഇരുന്ന് ആ ഒരു വൈബൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു. കടലും കാണാം, നമുക്ക് നേരെ കടലിലോട്ടുള്ള വ്യൂ ആണ്. നമുക്ക് ഈ ഒരു ക്യാമറയിൽ എത്രത്തോളം വിസിബിളാണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല രസമായിട്ട് കാണാമായിരുന്നു. ജ്യൂസസും മറ്റുമൊക്കെ കുടിച്ച് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു ഡിന്നർ മനോഹരമായിട്ട് എൻജോയ് ചെയ്തു. ഈ പൊളി സെറ്റപ്പാണ് കേട്ടോ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഫുഡൊക്കെ ഇവിടെ ഇങ്ങനെ ടേബിളിൽ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇഷ്ടമായോ? അതാണ് ഹാർട്ട് ഷേപ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അടിപൊളിയാ. കടല് ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഞങ്ങൾ അടിപൊളിയായിട്ട് ഡിന്നർ കഴിക്കട്ടെ. ഓക്കെ, അതിൽ ഫിഷ് കബാബ് ഉണ്ട്. ഗുഡ്. പിന്നെ നമുക്ക് സൂപ്പുണ്ട്. സൂപ്പ് നമ്മുടെ ഫിഷ് നൂഡിൽ സൂപ്പാണ്. നല്ല ഇതും ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് ചിക്പി ഫ്രൈ. നമ്മുടെ ഫലാഫലിൻ്റെ ഒക്കെ ടേസ്റ്റ് കൊള്ളാം. ഫുഡൊക്കെ സൂപ്പർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഇന്നലെ രാത്രിത്തെ ട്രൈറ്റൺ ബീച്ച് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഡിന്നറിൽ നിന്നും ഇന്നിപ്പോൾ ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറിലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് ട്രൈറ്റൺ ബീച്ചിനെക്കാട്ടിലും ട്രൈറ്റൺ പ്രസ്റ്റീജിനെ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ട്രൈറ്റൺ പ്രസ്റ്റീജാണ് ഫുഡ് അറേഞ്ച് ചെയ്തതെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. എന്താ കഴിക്കുന്നത്? സ്ട്രോബെറി മിൽക്ക് പുഡിംഗ്. ഓക്കെ, കഴിക്കാം. കൊള്ളാം. ആ കേക്ക് കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നോർമൽ മാർബിൾ കേക്കാ.
പറഞ്ഞാൽ കേൾക്കാം. ഓക്കെ, ആ ഫ്രൂട്ട്സ് ഒന്ന് കാണിച്ചെടുത്ത് ഇവർക്ക് ആ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണേ. ഐ അടിപൊളി, എൻജോയിങ്. യെസ്. ഓക്കെ, നല്ല അടിപൊളി ഡിന്നറായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട? അടിപൊളിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഏറ്റവും അടിപൊളി ഡിന്നർ ഫീൽ ചെയ്ത് ഇതാണ്. എനിക്ക് അഡാറിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടത്തും കൊള്ളാം, പക്ഷെ അഡാറിൻ്റെ അത്രയില്ല. പക്ഷെ എനിക്ക് ഇവിടുത്തെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മാഫുഷിയിൽ വന്നിട്ട് കഴിച്ച ഏറ്റവും നല്ല ഫുഡായിരുന്നു. സോ ഡിന്നർ കഴിഞ്ഞ് ഇനി നമുക്ക് പോയി ഫോട്ടോസ് കളക്ട് ചെയ്യണം. ഇന്നത്തെ മറ്റേ മുങ്ങിക്യാബ് പോയപ്പോൾ ഉള്ള ഫോട്ടോസ് ഉണ്ടല്ലോ, സോ അത് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ അടിപൊളി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോട് കൂടി ഞങ്ങൾ പാർട്ട് 2 അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 3 ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും. പാർട്ട് 3 ഞങ്ങൾ കടലിനടിയിൽ മാത്രമല്ല, കടലിന് മുകളിൽ കൂടെ പറക്കുന്നുണ്ട്, കടലിൻ്റെ സൈഡിൽ കൂടെ പറക്കുന്നുണ്ട്. ഫുൾ പരിപാടികളാണ്. സോ അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസുമായിട്ട് പാർട്ട് 3 നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.